പ്രിയമുള്ളവരെ, അനുഗ്രഹപ്പെരുമയിലേക്ക് സ്വാഗതം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് യേശുവിനെ പാടി ആരാധിക്കാം. നന്ദിയാൽ പാടിയിടുമേ, നാൾത്തോറും പാടിയിടുമേ, യേശു ചെയ്ത നന്മകളോർത്ത് എന്നെന്നും സ്തുതിച്ചിടുമേ, ഞാൻ എന്നെന്നും സ്തുതിച്ചിടുമേ. പാപിയാമെന്നെ മാറോടു ചേർത്ത് നിന്മകളാക്കി മാറ്റി, എന്നെ നിന്മകളാക്കി മാറ്റി. നല്ലവൻ സർവവല്ലഭൻ, യേശുവെ പോലാരുമില്ല. നല്ലവൻ സർവവല്ലഭൻ, യേശുവെ പോലാരുമില്ല. എന്നെ കരുതിയ ദൈവത്തെ പാടിയിടുമേ, എന്നെ പുലർത്തിയ ദൈവത്തെ പാടിയിടുമേ, എന്നെ മാനിച്ച ദൈവത്തെ പാടിയിടുമേ, എന്നെ സ്നേഹിച്ച ദൈവത്തെ പാടിയിടുമേ. നന്ദിയാൽ പാടിയിടുമേ, നാൾത്തോറും പാടിയിടുമേ, യേശു ചെയ്ത നന്മകളോർത്ത് എന്നെന്നും സ്തുതിച്ചിടുമേ, ഞാൻ എന്നെന്നും സ്തുതിച്ചിടുമേ. എത്ര പേർക്ക് വചനം പഠിക്കുവാൻ ആഗ്രഹമുണ്ട്? പിന്നെ ഓരോ ദിവസവും നമുക്ക് ഓരോ വചനം നമുക്ക് പഠിക്കാം. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞു. ഇന്ന് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നിറയുന്ന. വചനം നിറഞ്ഞവനായ യേശുവിനെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം, ആ വചനം കൊണ്ട് നിറയ്ക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചോദിക്കുന്നത്, ആ വചനത്തിലൂടെ ചോദിക്കുന്നത് എൻ്റെ അപ്പ ചെയ്തു തരത്തുള്ളൂ. ഹല്ലേലൂയ! അത്രമാത്രം നമ്മൾ വചനത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. വചനമാകുന്ന യേശുവിനെ സ്നേഹിക്കുന്നവരായി നിങ്ങൾ മാറണം. ഇന്നത്തെ വചനം കർത്താവിൻ്റെ വചനം പറയുന്നു. യോഹന്നാൻ 5:24 വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇന്ന് വചനം ബൈബിളില്ലാത്തവരും വായിക്കാൻ അറിയാത്തവരും ഒക്കെ കേൾക്കുന്നുണ്ടാവും. ഈ മക്കൾക്കൊക്കെ ഒരു അനുഗ്രഹമാകാനാണ് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത്. ഓരോ ദിവസം നമുക്ക് ഒരു വചനം വെച്ച് പഠിക്കാം. നാളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വചനമായിട്ട് വരുന്നതായിരിക്കും. ഇന്ന് ഈ തരുന്ന വചനം നിങ്ങളെല്ലാവരും പഠിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ കേട്ടോ. അപ്പോൾ യോഹന്നാൻ 5:24 പറയുന്നു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ അകപ്പെടാതെ മരണത്തിൽ നിന്നു ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ! അപ്പം കർത്താവിൻ്റെ വചനം വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞേ. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ! ഈ വചനമാകുന്ന യേശുവിനെ നമുക്ക് മുറുകെ പിടിക്കാം, നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. നമുക്ക് ഈ വചനം പഠിക്കാം, യേശുവിൻ്റെ മക്കളായി നമുക്ക് മാറാം. ഈ വചനത്താലും പാട്ടിനാലും ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നവരെയും കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.